കർത്താവിൻ്റെ നല്ല വചനം നമ്മളിന്ന് ധ്യാനിക്കുവാനായിട്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവെ സംസാരിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിത്തീരാം. ഹല്ലേലൂയ. തിരുവചനം എത്ര പേര് ഒരേ വചനം കേട്ടാലും ആ വചനം അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ദൈവം ഇടപെടും. കർത്താവിൻ്റെ വചനം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ ആവശ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ വചനം ഇതെല്ലാം മൂർച്ചേറിയ വാളായിട്ട് ജീവൻ്റെ വിടുതലിനായിട്ട് കർത്താവിൻ്റെ വചനം ഇടപെടും. വചനം ഇന്ന് റോമറുടെ ലേഖനം 4:18, Romans chapter 4 verse number 18. Even when there was no reason for hope, Abraham kept hoping, believing that he would become the father of many nations. Hallelujah. There was no reason to hope, absolutely no reason for hope. ഒരു പ്രത്യാശയ്ക്ക് ഒരു വകയുമില്ല, ഒരു കാരണവുമില്ല പ്രത്യാശ ഉണ്ടാകുവാൻ. പക്ഷേ തിരുവചനം പറയുന്നു, ഏബ്രഹാം കെപ്റ്റ് ഹോപ്പിംഗ്. അബ്രഹാം വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. പ്രത്യാശ കൈവിടാതെ മുറുകെ പിടിച്ചു, വിശ്വാസത്തെ മുറുകെ പിടിച്ചു. ബിലീവിങ് ദാറ്റ് ഹി വുഡ് ബിക്കം ദ ഫാദർ ഓഫ് മെനി നേഷൻസ്. തന്നോട് പറഞ്ഞ ആ വാഗ്ദത്തം അതായിരുന്നു, നിന്നെ ബഹുജാതികളുടെ പിതാവാക്കി തീർക്കാമെന്ന്, ലോകരാജ്യങ്ങളുടെ അപ്പനാക്കി തീർക്കാമെന്ന്. ഹല്ലേലൂയ. മണൽത്തരി പോലെ കുഞ്ഞുങ്ങളെ, നക്ഷത്രങ്ങൾ പോലെ കുഞ്ഞുങ്ങളെ നിനക്ക് തരാം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞിൻ്റെ ഒരു അടയാളം പോലും കണ്ടില്ല. പക്ഷെ വചനം എഴുതിയിരിക്കുന്നു, ഏബ്രഹാം കെപ്റ്റ് ഹോപ്പിംഗ്. അബ്രഹാം വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. അബ്രഹാമിന് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയില്ല. വിശ്വസിച്ചു താൻ ബഹുജാതികളുടെ പിതാവായി തീരുമെന്ന്. ഹല്ലേലൂയ. അതിൻ്റെ വേഴ്സ് നമ്പർ, അപ്പം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈവൻ വെൻ ദെർ വാസ് നോ റീസൺ ഫോർ ഹോപ്പ്, വിശ്വസിക്കാനായിട്ട് കാരണം ഇല്ലാഞ്ഞിട്ടും, ഹല്ലേലൂയ, ഒരു അടയാളവും കണ്ടില്ല. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവേ ഗിവ് മീ വൺ സൈൻ, എനിക്കൊരു അടയാളം ഒന്ന് താ, ഞാനൊന്ന് വിശ്വസിക്കട്ടെ. പക്ഷേ അങ്ങനെ പോലും ഒരു അടയാളം പോലും കാണാഞ്ഞിട്ടും അബ്രഹാം വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പം വെറും നിർജ്ജന പ്രദേശം പോലെ കിടക്കുന്ന മേഖലകൾ കാണും. ഒരു സൈൻ പോലും ഇല്ല അതിനൊരു മാറ്റം വരുമെന്ന്. കുറേ കഴിയുമ്പോൾ നമ്മളൊക്കെ പറയും, ഇനി എന്നെക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വയ്യ കർത്താവ്, ഇത് അങ്ങയുടെ ഹിതമേ ആയിരിക്കത്തില്ല, ഇത് നേരെയാകണമെന്ന്. ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ശരി, ഇത് അങ്ങയുടെ ഹിതമല്ല, ഇറ്റ്സ് ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ വചനം എഴുതി വച്ചിരിക്കുന്നു, വിശ്വസിക്കാൻ പോലും ഒരു കാരണമില്ലാഞ്ഞിട്ടും, അടയാളം പോലും കാണാഞ്ഞിട്ടും, ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ള ഒരു ലക്ഷണം പോലും ഇല്ലാഞ്ഞിട്ടും അബ്രഹാം വിട്ടുകൊടുത്തില്ല. അബ്രഹാം വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞു, ഇല്ല, ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞു, ദൈവം എന്നോട് ഉറപ്പ് പറഞ്ഞു, ഞാനിത് വിട്ടുകളയത്തില്ല. സ്തോത്രം. വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. 19 വാക്യം പറയുന്നു, വേഴ്സ് നമ്പർ 19, ഹല്ലേലൂയ, റോമർ 4:19. And Abraham's faith did not weaken. കണ്ടോ, ഒരിടത്ത് വിശ്വസിക്കാൻ കാരണമില്ലാഞ്ഞിട്ടും താൻ വിശ്വസിച്ചു. പ്രത്യാശ വിട്ടുകൊടുത്തില്ല, നഷ്ടപ്പെട്ടു പോയില്ല. വേഴ്സ് നമ്പർ 19, 19 വാക്യം പറയുന്നു, തൻ്റെ വിശ്വാസം അല്പം പോലും ബലഹീനമായില്ല. ഹിസ് ഫെയ്ത്ത് ഡിഡ് നോട്ട് വീക്കൻ even though at about 100 years of age he figured his body was as good as dead and so was Sarah's womb. കണ്ടോ, അവർ യാഥാർത്ഥ്യം നോക്കുക. യാഥാർത്ഥ്യം അവർ നോക്കാൻ അവർ ശ്രമിച്ചില്ല. യാഥാർത്ഥ്യം വചനം എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 100ാമത്തെ വയസ്സിൽ തൻ്റെ ശരീരം, സാറയുടെ ശരീരം മരിച്ചതിന് തുല്യമായി ഉണങ്ങിപ്പോയി. ഇനി അതിനകത്ത് ജീവനില്ല, നിർജീവമായ ശരീരം. അത് കണ്ടിട്ട് പോലും അബ്രഹാമിൻ്റെ വിശ്വാസം ഒരല്പം പോലും ബലഹീനമായില്ല. അബ്രഹാമിൻ്റെ വിശ്വാസം ഒരല്പം പോലും ക്ഷീണിച്ചു പോയില്ല. ഹല്ലേലൂയ. പ്രത്യാശ അല്ലാത്ത വാക്യം പറഞ്ഞില്ല. 19 വാക്യം, റോമർ 4:19. അവൻ ഏകദേശം 100 വയസ്സുള്ളവനായാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ.
ക്ഷീണിച്ചു പോകല്ല്, മടുത്തു പോകല്ല്. അല്ലേ, കർത്താവിനോട് പറയല്ലേ, കർത്താവേ എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരു അടയാളം പോലും നീ തന്നില്ലല്ലോ, എത്ര നാളായി ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടും. നമ്മൾ പലപ്പോഴും അങ്ങനെയായി പോവും അല്ലേ. നമ്മൾ പ്രാർത്ഥിച്ച് മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയും, എന്തുവാ കർത്താവേ ഇത്, ചിലപ്പോൾ ഇത് ദൈവഹിതമല്ല, ഇതിങ്ങനെയാ അതങ്ങനെ നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലും, കർത്താവിനെ പഠിപ്പിക്കാൻ ചെല്ലും. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം അറിയാതെ ഒരു കാര്യവും സംഭവിക്കത്തില്ല. ദൈവം ഒരു കാര്യം നടക്കും അല്ലെങ്കിൽ ഇങ്ങനെയായി തീരും എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ നമ്മുടെ ഫോമുല ഒന്നും കൊടുക്കാൻ നിൽക്കേണ്ട, മടുത്തു പോകാൻ നിൽക്കേണ്ട. മടുപ്പ് കയറി വരുമ്പം ഹല്ലേലൂയ അവിടെ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് എൻ്റെ ഉള്ളിൽ മടുപ്പ് കയറി വരുന്നു, പക്ഷേ എന്നെ സഹായിക്കണം, എനിക്ക് അങ്ങയുടെ ബലം വേണം, അങ്ങയുടെ ബലമില്ലാതെ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. സ്തോത്രം, എന്നെ സഹായിക്കണം. എനിക്ക് ചുറ്റിനും നിൽക്കുന്ന യാഥാർത്ഥ്യമല്ല എനിക്ക് കാണേണ്ടത്. എന്നോട് യാഥാർത്ഥ്യം വിളിച്ചു പറയും, തോൽവിയാണെന്ന് വിളിച്ചു പറയും, പക്ഷേ എനിക്ക് കേൾക്കേണ്ടതും കാണേണ്ടതും അങ്ങ് പറഞ്ഞത് മാത്രമാണ്. അല്ലേ, അബ്രഹാമിൻ്റെയും സാറയുടെയും ശരീരത്തിൻ്റെ അവസ്ഥകൾ നോക്കാൻ പോയില്ല, വാക്ക് പറഞ്ഞത് ദൈവമായതിനാൽ തിരുവചനം രണ്ടാമത്തെ കാര്യം പറയുന്നു, അവരുടെ വിശ്വാസം ക്ഷീണിച്ചു പോയില്ല. സ്തോത്രം. അപ്പോൾ 1:18 വാക്യത്തിൽ പറഞ്ഞു, അവരുടെ പ്രത്യാശ അവർ നഷ്ടപ്പെടുത്തിയില്ല, അവർ പ്രത്യാശയെ മുറുകെ പിടിച്ചു. 2:19 വാക്യം പറയുന്നു, അവരുടെ വിശ്വാസം ക്ഷീണിച്ചു പോയില്ല, തളർന്നു പോയില്ല. Their faith did not weaken. Hallelujah. 20 വാക്യം, Abraham never wavered in believing God's promise. In fact, his faith grew stronger, and in this he brought glory to God. 20 വാക്യം, ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അവിശ്വാസത്താൽ സംശയിച്ചില്ല, അവിശ്വസിച്ചില്ല. അവിശ്വസിച്ചില്ല. He never wavered in believing God's promise. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ അബ്രഹാം ചോദിച്ചില്ല, ഇനി ഉള്ളതാണോ, ഞാൻ കേട്ടത് ശരിയാണോ, കർത്താവ് തന്നെയാണോ എന്നോട് സംസാരിച്ചത്. ആ പ്രവാചകൻ പറഞ്ഞ് അത് ചിലപ്പം അന്നേരത്തെ ഇതിനങ്ങ് പറഞ്ഞതായിരിക്കും. അങ്ങനെ ഒന്നും പറയാൻ പോയില്ല. ചിലവർ അതിലും അപ്പുറം അവർ പറയും, ഓ അത് ചെറിയ പ്രവാചകൻ ഇന്നലെ വന്ന് പ്രവചിച്ച് പറഞ്ഞേ, ഞാൻ വേറെ ആളുടെ അടുത്തും കൂടെ പോകാം, ഇച്ചിരിയും കൂടെ സ്റ്റാൻഡേർഡ് കൂടിയ ആളിൻ്റെ അടുത്തോട്ട് ഞാൻ പോകാം, കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളിൻ്റെ അടുത്തോട്ട് ഞാൻ പോകാം. ഇനി അവരും പറഞ്ഞു, അയ്യോ അതും ഇനിയും അതേപോലെ പറഞ്ഞു, ഇനി അവർക്ക് വല്ല തെറ്റ് പറ്റിയതായിരിക്കും, ചിലപ്പോൾ അന്നേരത്തെ സമയത്തിൻ്റെ ആയിരിക്കും. അബ്രഹാം അങ്ങനെയൊന്നും എക്സ്ക്യൂസ് കണ്ടുപിടിച്ചില്ല. വചനം പറയുന്ന 20 വാക്യം, ഹി നെവർ വേവേർഡ് ഇൻ ബിലീവിങ് ഗോഡ്സ് പ്രോമിസ്. താൻ ഒരു അല്പം പോലും ചലിച്ചില്ല. ഹല്ലേലൂയ. ഇനിയും അതാണോ ഇതാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിന്നില്ല. ഞാൻ ഇനി കേട്ടത് ദൈവശബ്ദം ആയിരിക്കത്തില്ല, അതും ഇനിയും വല്ല ഞാൻ അന്ന് രാത്രി കഴിച്ചിട്ട് കിടന്ന ആഹാരത്തിൻ്റെ കുഴപ്പമായിരിക്കും അങ്ങനെ സ്വപ്നം കണ്ടത്, ഒന്നും പറയാൻ പോയില്ല. ഹല്ലേലൂയ. തിരുവചനം 20 വാക്യം പറയുന്നു, ഹീ നെവർ വേവേർഡ്. അപ്പം 18 പറഞ്ഞു, ഹീ ഹോപ്ഡ് ഈവൻ വെൻ ദർ വാസ് നോ റീസൺ ടു ഹോപ്പ്. അവൻ വിശ്വസിച്ചു, വിശ്വസിക്കാൻ കാരണമില്ലാഞ്ഞിട്ടും. 19 പറഞ്ഞത്, തൻ്റെ വിശ്വാസത്തിന് ഭംഗം വന്നില്ല, ക്ഷീണിച്ചു പോയില്ല. 20 വാക്യം പറയുന്നു, താൻ ദൈവം കൊടുത്ത വാക്കിൽ നിന്ന് താൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചില്ല. ഹല്ലേലൂയ. അവിടെ ഇനി എന്തെങ്കിലുമൊക്കെ ഇനി അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിന്നില്ല. ആർക്കറിയാം ഇനി നടക്കുമോ എന്നോ, ഞാൻ ഇനിയും ഓൾട്ടർനേറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുവെക്കാം എന്നൊന്നും പറഞ്ഞില്ല. തൻ്റെ വിശ്വാസം ഒന്നും കൂടെ ശക്തിയേറി. ഞാൻ പറയട്ടെ, നമ്മളുടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് താമസം വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ശക്തി കൂടണം. അതിന് തീ കൂട്ടണം. ഹല്ലേലൂയ. ഇല്ല, എന്നോട് കർത്താവ് പറഞ്ഞത് നടക്കുക തന്നെ ചെയ്യും. ഞാൻ ഇച്ചിരിയും കൂടെ ആരാധിക്കും, ഞാൻ ഇച്ചിരിയും കൂടെ വചനം വായിക്കും, ഞാൻ അല്പം കൂടെ വേറെ ആരെങ്കിലോടും ഞാൻ വിശ്വാസം പറഞ്ഞു കൊടുക്കും. എൻ്റെ കാര്യം തീർച്ചയായിട്ടും നടക്കും. ഓരോ ദിവസവും നമ്മളോട് കർത്താവ് പറഞ്ഞ് ഏതെങ്കിലും വാഗ്ദത്തങ്ങളൊക്കെ വൈകുവാണെങ്കിൽ അവിടെ വിളിച്ചു പറയണം, എൻ്റെ ആ വാഗ്ദത്തം ഏറ്റവും ബെസ്റ്റായിട്ട് നടക്കുവാൻ വേണ്ടി കർത്താവ് അതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അത് ആത്മീയ തലത്തിൽ അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഞാൻ എൻ്റെ കണ്ണു മുമ്പിൽ അത് കാണും. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം അല്പം കൂടെ കൂടുതലായിരിക്കണം. ഹല്ലേലൂയ. വൈകും തോറും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ അല്പം പോലും അത് വൈകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ശക്തിയുള്ളതാകണം. 21 വാക്യം പറയുന്നു, he was fully convinced that God is able
able to do whatever he promises. 21. അവൻ വാഗ്ദാനം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. പൂർണ്ണമായി ഉറച്ചു. ഉണ്ടോ? അഞ്ചാമത്തെ കാര്യം, ഹല്ലേലൂയ, താൻ പൂർണ്ണമായി ഉറപ്പ് വരുത്തി. നാലാമത്തെ കാര്യം, 1 2 3 4, നാലാമത്തെ കാര്യം, ഹി വാസ് ഫുള്ളി കൺവിൻസ്. താൻ ഉറപ്പ് വരുത്തി. ദൈവം പറഞ്ഞത് മനുഷ്യരല്ല പറഞ്ഞത്, ദൈവമാ പറഞ്ഞത്. അത് കാരണം തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇല്ല ഇത് ദൈവം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ കണ്ടു പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ. നമ്മൾക്ക് ചിലപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കാണും. കർത്താവ് എന്നോട് പറഞ്ഞതല്ലേ, ഇത്രയും നാളായി, 10 വർഷമായി നടന്നില്ലല്ലോ കർത്താവേ, 15 വർഷമായി നടന്നില്ലല്ലോ കർത്താവേ, ഇതെന്താ നടക്കാത്തത് എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ കാണും അല്ലേ. ചില വാഗ്ദത്തങ്ങളെ വൈകിക്കളയുന്ന സ്പിരിറ്റ് ഓഫ് ഡീലേ കാണും. ചില ആത്മതലത്തിൽ നമ്മൾക്കറിയാം നമ്മളുടെ യുദ്ധം മനുഷ്യരോടല്ല, പക്ഷെ ജഡരക്തങ്ങളോടും അല്ല, പക്ഷേ കാണാൻ പറ്റാത്ത ശക്തികളോടും വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ് നമ്മുടെ യുദ്ധമെന്ന്. അല്ലേ, നമ്മൾ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ഞാൻ എന്നോട് ഇങ്ങനെ ദൈവാത്മാവ് ഇടപെട്ടു എന്നൊക്കെ നമ്മൾ പറയുമ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്. അവരുടെ ഒറ്റ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും നമ്മുടെ വാഗ്ദത്തങ്ങൾ വൈകണം, എന്നിട്ട് വേണം നമ്മൾ ശരി ഇതൊന്നും നടക്കാനുള്ളതല്ല, ഇത് ദൈവത്തിൻ്റെ ഹിതമേ അല്ല, അന്ന് ഞാൻ വെറുതെ ഇത് കേട്ടതാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇട്ടേച്ചു പോകണം. ഹല്ലേലൂയ. ആ സ്പിരിറ്റ് ഓഫ് ഡീലേസ് അവിടെ ഉണ്ടാകും. നമ്മൾ ചിലപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് പലതും നടക്കാൻ വൈകുമ്പോൾ ഹല്ലേലൂയ നമ്മൾ പറയും ഇത് നടക്കേണ്ടതല്ല, ഇത് ശരിയല്ല. നമ്മൾ ദൈവത്തിനോട് പോലും പലവർക്കും അങ്ങ് ക്ഷീണം തോന്നും. അവർ പറയും ഞാൻ ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ടൊന്നും നടന്നില്ല. പലവരും അതിലും കട്ടിയായിട്ട് പറയും. അവർ പറയും യേശുവിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഞാൻ ആരാധിക്കാൻ പോയിട്ടൊന്നും നടന്നില്ല, സ്നാനപ്പെട്ടിട്ട് ഒന്നും നടന്നേയില്ല, പഴയതിനേക്കാട്ടിലും കഷ്ടപ്പാടാണ് എന്നൊക്കെ അവർ പറയും അല്ലേ. പല വിധത്തിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, സംശയം ഉണ്ടാകും. എന്നിട്ട് ഏറ്റവും എളുപ്പമായിട്ട് ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യം, ഒരു ദൈവഹിതമായിരിക്കും ഇത് നടക്കണ്ട എന്ന്. പിശാച് ഇത് കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. ഹല്ലേലൂയ. പക്ഷേ അബ്രഹാമിനെ നോക്കി പഠിച്ചേ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കാരണമില്ലാത്തപ്പം താൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. 2, തൻ്റെ വിശ്വാസം ക്ഷീണിച്ചു പോയില്ല. താൻ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. തനിക്ക് ഉറപ്പുണ്ടായിരുന്നു. 4, തനിക്ക് ഉറപ്പുണ്ടായിരുന്നു പറഞ്ഞവൻ ദൈവമായതുകൊണ്ട് ദൈവം അത് നടത്തി തരുമെന്ന്. ഹല്ലേലൂയ. 22-ാം വാക്യം 4:22 റോമർ പറയുന്നു, അബ്രഹാമിൻ്റെ ഈ വിശ്വാസം കാരണം ദൈവം പറഞ്ഞു ഇവൻ നീതിമാന. ഇവൻ കടന്നു പോകുന്ന ഈ യാത്രയ്ക്കകത്ത്, ഈ യുദ്ധത്തിനകത്ത് ഇവൻ വിശുദ്ധീകരിക്കപ്പെട്ടു, ഇവൻ നീതിമാന. ഇവൻ ദൈവത്തിനെ കാണിച്ചു കൊടുത്തു. അബ്രഹാം ദൈവത്തിനെ കാണിച്ചു കൊടുത്തു. ഇതാണ് വിശ്വാസം. ലോകത്തിനെ കാണിച്ചു കൊടുത്തു. ഇതാണ് വിശ്വാസം. അല്ലയോ, ഒരു നിമിഷം പോലും സംശയിച്ചില്ല. ഹല്ലേലൂയ. താൻ വിശ്വസിച്ചു. 17-ാം വാക്യത്തിൽ താൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. മരിച്ചവരെ ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ദൈവമായത്, ഒന്നുമില്ലാത്തടത്തുനിന്ന് സകലതും സൃഷ്ടിക്കാൻ പറ്റുന്ന ദൈവമായത്. അല്ലേ, ഇന്ന് എവിടെയെങ്കിലും സ്പിരിറ്റ് ഓഫ് ഡീലേ ഉണ്ടോ? നമ്മുടെ വാഗ്ദത്തങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കുന്നില്ല. കർത്താവ് പറഞ്ഞത് ഒന്നും നടക്കുന്നില്ല, എന്താ കർത്താവേ എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടോ? അല്ലയോ, പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ. വാഗ്ദത്തം കേട്ട് കഴിഞ്ഞ് ഒന്നും കൂടെ പ്രശ്നങ്ങളുണ്ടായല്ലോ. വാഗ്ദത്തങ്ങൾ കേട്ട് കഴിഞ്ഞ് ഒന്നും കൂടെ മരുഭൂമിയുടെ അവസ്ഥ ഉണ്ടായല്ലോ. നോക്കുന്നിടത്തെല്ലാം ഒരു സാധ്യതയുമില്ല. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും വാഗ്ദത്തം കേട്ട് കഴിഞ്ഞ് എല്ലാം നിർജീവമായി പോയത്. ഹല്ലേലൂയ. ഒരു രക്ഷയുമില്ലാതായി പോയത്. എന്നാലേ കുഞ്ഞുങ്ങളുണ്ടാവുന്ന പ്രായം വരെയും കാത്തിരുന്ന് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു പ്രത്യാശയുമില്ല. പക്ഷെ എന്നിട്ടും താൻ പറഞ്ഞു ഇല്ല, ഞാൻ വിശ്വസിക്കും, എന്നോട് ദൈവമാ പറഞ്ഞത്, സാധാരണ മനുഷ്യനല്ല പറഞ്ഞത്, ദൈവമാ എന്നോട് പറഞ്ഞത്, ഇത് നടക്കുമെന്ന്. ഹല്ലേലൂയ. നിർജീവമായ ശരീരങ്ങളെ ജീവനുള്ളതാക്കി തീർക്കാൻ പറ്റും. ഒരു സാധ്യതയുമില്ല. വഴക്കിട്ട് തമ്മിൽ പിരിഞ്ഞതിനെ പോലും എൻ്റെ ദൈവത്തിന് യോജിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഒന്നുമില്ല, ചിലപ്പം കയ്യിൽ പൈസ പോലും കാണത്തില്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട്. പക്ഷെ ദൈവത്തിന് അത്ഭുതകരമായ വഴികൾ തുറക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ നോക്കിയിട്ട് പറയും അയ്യോ ഇത് മരുഭൂമിയാ, അയ്യോ ഇവിടെ ഒന്നും കിളുത്ത് വരത്തില്ല,
നടക്കത്തില്ല, അയ്യോ ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇതെന്തുവാ ഇത്, ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ദൈവം പറയും, ഞാനാണോ വാക്ക് പറഞ്ഞത്? അല്ലേ, ഞാനാണോ നിന്നെ ആ സ്വപ്നം കാണിച്ചത്, ആ ദർശനം ഏൽപ്പിച്ചത്? ഞാനാണോ നിന്നോട് പ്രവചിച്ചത്? എന്നാൽ ഉറപ്പായിട്ടും ആ ഇല്ലാത്തതിനെ ആ പ്രവചന ശബ്ദത്തിന് വിളിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഹല്ലേലൂയ. വിത്ത് പോലും കാണത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് അവിടെ വിത്തായി വീണിട്ട് അത് ഈ ദിവസങ്ങളിൽ മുളച്ചു വരും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു പ്രവചനം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രവചിച്ച ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. പ്രവചനം വന്നത് സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിൻ്റെ വിത്താണത്. ആ വിത്ത് അവിടെ ആത്മമണ്ഡലത്തിൽ കിടപ്പുണ്ട്. അതിന് വേണ്ട വെള്ളവും വളവും നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും ആരാധനയുമാണ്. ഹല്ലേലൂയ. ഓരോ ദിവസം വിളിച്ചു പറയണം, ആ വാഗ്ദത്തങ്ങളുടെ മേൽ കൈവച്ചിട്ട് പറയണം, ഇത് കർത്താവ് പറഞ്ഞതാ, ഇതെൻ്റെ ജീവിതകാലത്തിൽ ഇത് നടക്കും, എനിക്ക് ജീവനുള്ളപ്പോൾ ഇത് നടക്കും, എനിക്കിത് ആസ്വദിക്കാൻ പറ്റുമ്പം നടക്കും. നമ്മൾ കാണുന്നു 100 വയസ്സായപ്പം ഇസഹാക്ക് ജനിച്ചു. പക്ഷേ എന്നിട്ടും എത്രയോ നാൾ ജീവിച്ചിരുന്നു അബ്രഹാം. ആ മകൻ കല്യാണം കഴിക്കുന്നത് കാണാൻ നോക്കിയിരുന്നു, അല്ലേ? ഹല്ലേലൂയ. കല്യാണം കഴിച്ച് റെബേക്കായെ കല്യാണം കഴിക്കുന്നത് വരെയും കണ്ടു. ഹല്ലേലൂയ. എത്ര നാൾ ദീർഘായുസ്സോടെ അബ്രഹാം ഇരുന്നു. തൻ്റെ വാർദ്ധക്യത്തിലുണ്ടായ 100ാമത്തെ വയസ്സിലുണ്ടായ മകൻ്റെ വിവാഹം കാണാൻ വരെയും കാത്തിരുന്നു. ദൈവത്തിന് എന്തും ചെയ്യാം. ഹല്ലേലൂയ. ഇയ്യോബിന് എല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇയ്യോബിന് ദൈവം മടക്കി കൊടുത്തപ്പം, തൻ്റെ വാർദ്ധക്യകാലത്ത് ദൈവം മടക്കി കൊടുത്തപ്പം തിരുവചനം പറയുന്നു, ആ ദേശത്ത് അങ്ങനെ ഭംഗിയുള്ള പെൺപിള്ളാരില്ലായിരുന്നു, അത്ര ഭംഗിയുള്ള കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തുവെന്ന്. ഹല്ലേലൂയ. ദൈവത്തിനെല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ വാഗ്ദത്തങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വൈകിപ്പോയോ? ഹല്ലേലൂയ. പലതും പ്രാർത്ഥിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല കർത്താവേ എന്നൊക്കെ പറയുന്നുണ്ടോ? ഹല്ലേലൂയ. മടുത്തു പോകല്ല്, ക്ഷീണിച്ചു പോകല്ല്. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആ ആലോചന ഹൃദയത്തിനകത്ത് ഇട്ടു തരുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ മേൽ പ്രാർത്ഥിച്ച് ജയമെടുക്കണം. അതിൻ്റെ നന്മ കാണുവോളും ഞാൻ പ്രാർത്ഥിക്കും കർത്താവേ. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ആ ഡീലേ ഉണ്ടാകുന്ന എല്ലാ ദുരാത്മാക്കളെയും ശാസിച്ച്, സ്പിരിറ്റ് ഓഫ് ഡീലയെ ശാസിച്ച്, സംശയത്തിനെ ശാസിച്ച് പുറത്താക്കി. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ ഹിതം, എന്നാൽ ഞാനിത് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയല്ലേ. ഹല്ലേലൂയ. ഞാൻ ഒരു വിഷയത്തിൻ്റെ മേൽ ഒരു ദിവസം പ്രാർത്ഥിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് മറുപടി കാണും. ഞാനത് മറുപടി കാണുന്നത് വരെയും സാഹചര്യത്തിനെ അനുഗ്രഹിക്കും. വിഷയത്തിൻ്റെ മേൽ ഞാൻ പ്രാർത്ഥിക്കും, അതിൻ്റെ മേൽ ഞാൻ കൈവെക്കും. ഞാൻ ജയം കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇടയ്ക്ക് ക്ഷീണിച്ച് തളർന്നിട്ടേച്ച് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, കർത്താവേ ഹല്ലേലൂയ, ഞാൻ മടുത്തു പോകുന്നു, എനിക്ക് ഇത് വൈകുന്തോറും എനിക്ക് സംശയമുണ്ടാകുന്നു, അങ്ങയുടെ കൃപ എനിക്ക് തരണം കർത്താവേ. ഇതിൻ്റെ മേൽ സംശയിക്കാതെ പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ കൃപ എൻ്റെ മേൽ തരണം. ഹല്ലേലൂയ. അബ്രഹാമിനെ കണ്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം ക്ഷീണിച്ചു പോയില്ല. ഇന്ന് നമ്മളും ഹല്ലേലൂയ പ്രാർത്ഥനയിൽ മടുത്തു പോകല്ല്, ക്ഷീണിച്ചു പോകല്ല്. മടുപ്പ് കയറി വരുമ്പോൾ ആ മടുപ്പിനെ കുടഞ്ഞു കളയണം. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, തുറന്ന് കർത്താവിനോട് പറയണം, കർത്താവ് എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണം. മറന്നു പോവല്ല്, പറഞ്ഞത് ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും മടുത്തു പോകുന്നത് കാരണം, വാഗ്ദത്തങ്ങൾ വൈകിപ്പോയി എന്നുള്ള സംശയം വരുന്നത് കാരണം പല അവസ്ഥകളെയും, പല ഓപ്പർച്യൂണിറ്റീസ്, പല സാഹചര്യങ്ങളെയും നമ്മൾ നേരിടാതെ, പല സാഹചര്യങ്ങളെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ, പല സാഹചര്യങ്ങളെയും നമ്മൾ അന്വേഷിക്കാതെ നമ്മൾ മടുത്തവരെ പോലെ അവിടെ നിന്നു പോകും, അല്ലേ? പല സാഹചര്യങ്ങളും നമ്മുടെ കണ്ണിൽ മുമ്പിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞോടിപ്പോകും. നമ്മൾ മടുത്തവരായിട്ട് അവിടെ ഇരിക്കും, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ റിസ്ക് എടുക്കാൻ വൈകിപ്പോകും. പക്ഷെ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ വിശ്വാസത്തോടെ ഒരു റിസ്ക് എടുത്താൽ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും അതെ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ എവിടെയെങ്കിലും വാഗ്ദത്തങ്ങൾ വെളിപ്പെടാൻ സ്പിരിറ്റ് ഓഫ് ഡീലേ അവിടെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റ് ഓഫ് ഡീലയെ ഞങ്ങൾ ശാസിച്ച് പുറത്താക്കുന്നു. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥയിലൂടെ പലവരും കടന്നു പോകുന്നവർ കാണും. വാഗ്ദത്തം കേട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പ്രതിസന്ധിയും ഒന്നും കൂടെ പ്രയാസവും ഇതെന്താണെന്ന് മനസ്സിലാവാത്തതുപോലെ നടക്കുന്നവർ കാണും. കർത്താവെ, ഇന്ന് ഹല്ലേലൂയ ആ ജീവിതങ്ങളുടെ മേൽ അങ്ങ് നീ വചനം ഉറപ്പോടെ കൊടുക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവ് ആ വാക്ക് പറഞ്ഞെങ്കിൽ വിത്ത് ഓൾറെഡി ആത്മമണ്ഡലത്തിൽ വീണ് കഴിഞ്ഞു, അത് വളരും, ആ വാഗ്ദത്തം നടക്കും എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ച്
വീണ്ടും വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സംശയമില്ലാതെ പ്രാർത്ഥിച്ച് തന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നേടിയെടുക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം അപ്പ. ഹല്ലേലൂയ. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം.